Okay. So what we will do in the next video today, some applications which you have studied in school class. നിങ്ങളുടെ വീട്ടിൽ എത്ര ഫാൻ ഉണ്ട്, എത്ര ട്യൂബ് ലൈറ്റ് ഉണ്ട്, എത്ര സാധാരണ ബൾബ് ഉണ്ട്, എത്ര CFL ലാമ്പ് ഉണ്ട്, എത്ര LED ലാമ്പ് ഉണ്ട്, ഫ്രിഡ്ജ് ഒരെണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു TV ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നൊരു മോട്ടർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇലക്ട്രിക് അയൺ ഉണ്ടാവണം മിക്കവാറും, കുളിമുറിയിൽ വെള്ളം ചൂടാക്കുന്ന പ്ലഗിൽ കുത്തിയിട്ട് വെള്ളം ചൂടാക്കുന്ന ഗീസർ, വാട്ടർ ഹീറ്റർ, ഗീസർ എന്ന് പറഞ്ഞ വാട്ടർ ഹീറ്റർ, ഇതൊക്കെ വൈദ്യുത ഉപകരണങ്ങളാണ്. ഇതെല്ലാം കൂടി ഒരു മാസത്തേക്ക് എത്ര കറണ്ട് ചിലവാക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ കറണ്ട് ബില്ല് പേ ചെയ്യുന്നത്. നമ്മൾ പേ ചെയ്യുന്ന ആർക്കാണ്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, KSEB എന്ന് നിങ്ങളൊക്കെ പറയും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയിലേക്ക് നമ്മൾ പൈസ അടയ്ക്കും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം ചിലപ്പോൾ 200 റുപ്പീസ് ആവുണ്ടാവും കറണ്ട് ബില്ല്. ചില വീടുകളിൽ 300 റുപ്യ അല്ലെങ്കിൽ 350 റുപ്യ ആവുണ്ടാവും റുപ്പീസ്. ചില വീടുകളിൽ 1500 റുപ്യ ആവുണ്ടാവും. ഡിപ്പെൻഡ്സ് ഹൗ മച്ച് ഇലക്ട്രിസിറ്റി യു ആർ കൺസ്യൂമിങ്. ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, കൺസംഷൻ. ഒരു വാക്ക് ഞാൻ യൂസ് ചെയ്യാണ് കേട്ടോ. കൺസംഷൻ എന്ന് വെച്ചാൽ എത്രത്തോളം വൈദ്യുതി ചെലവാക്കുന്നു, കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അത് സാധാരണ പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. ഞാൻ ഇങ്ങനെ ഇൻവെർട്ട് കോമയിൽ എഴുതാം. യൂണിറ്റ് ശരിക്കും ഇതിന് പറയേണ്ടത് BOARD, ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ആ ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്നുള്ളതിൻ്റെ ഈ ബോർഡ് ഓഫ് ട്രേഡ് പറയാറില്ല സാധാരണ, ഈ യൂണിറ്റ് മാത്രമേ പറയാറുള്ളൂ. അതാണ് ഇൻവെർട്ട് കോമയിൽ എഴുതിക്കുന്നത് യൂണിറ്റ്. നമ്മൾ പറയാറുണ്ട് ഒരു യൂണിറ്റിന്, ഇപ്പോൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഒരു യൂണിറ്റിന് 8 രൂപയാണ് ഇപ്പോൾ പേ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. KSEB, എനിക്കറിയില്ല ഇപ്പം എന്താ റേറ്റാണ് KSEB എടുക്കണമെന്ന് ഞാൻ ഓർക്കുന്നില്ല. KSEB എടുക്കുന്നത് ഒരു യൂണിറ്റിന് 8 രൂപയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം, ഏത് മാസമുണ്ട്, ഏതെങ്കിലും ഒരു മാസം ഒരു 600 യൂണിറ്റ് ചിലവായി. നമ്മുടെ KSEBയുടെ മീറ്റർ ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ ആ കിണറിൻ്റെ അപ്രവേശന മീറ്റർ, ആ KSEB മീറ്ററിൽ കാണിക്കുന്നത് ഒരു മാസം 600 യൂണിറ്റാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ മാസം മീറ്റർ റീഡിങ് എടുക്കാൻ വരുന്ന ആൾ എഴുതിയ അയാളുടെ ഡയറിയിലെ റീഡിങ് നോക്കുകയാണ്. നമ്മുടെ കൺസ്യൂമർ നമ്പർ ആ മീറ്ററിനടുത്ത് വരുമ്പോൾ ആ കൺസ്യൂമർ നമ്പർ നോക്കുമ്പോൾ അയക്കറിയാം. അവർ സ്ഥിരം വരുന്ന ആൾക്കാരാണ് പരിചയമാണ്. അപ്പോൾ കഴിഞ്ഞ മാസം റീഡിങ് ഇപ്പോൾ 5712 നിൽക്കുന്നത്. ഈ മാസം അതേ ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് കൂടെ മാറാം. അപ്പോൾ ഒരു 6312 യൂണിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. 00763 കഴിഞ്ഞ മാസം എഴുതിപ്പോയത് 5712 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ ഡയറി വരുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ യൂണിറ്റ് എടുക്കാൻ വന്നപ്പോൾ ഇത്രയാണ്. അപ്പോൾ പഴയ റീഡിങ് ഇതാണല്ലോ അയാളുടെ ഡയറി കിടക്കണേ. ഇന്ന് അയാളുടെ ഡയറി കയറിയത് ഇതാണ് 6312. അപ്പോൾ എത്ര യൂണിറ്റായി ഒരു മാസം കൊണ്ട്? കുറച്ച് നോക്കൂ. 2 1 7 13 1 6 600 യൂണിറ്റ്. വെറുതെ 600 മാച്ച് ചെയ്യിച്ച വാല്യൂ ഇട്ടാണ്. 600 യൂണിറ്റ് ഒരു മാസത്തേക്കാണ്. ഒരു യൂണിറ്റിന് 8 രൂപ പേ ചെയ്യണം. അപ്പോൾ 600 യൂണിറ്റിന് 600 × 8 648 4800 റുപ്പീസ്. റുപ്പീസ് ഇങ്ങനെ പിന്നാലെ എഴുതാൻ പാടില്ല കേട്ടോ, ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതിയതാണ്. റുപ്പീസ് 4800 കറണ്ട് ബില്ലാണ്. ചില മാസവും ബില്ല് കൂടുതൽ വരും. എന്താ കാരണം AC ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ AC ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും കണ്ടമാനം സമയം. നല്ല സമ്മറിലെ ആൾക്കാർ 2-3 AC ഒക്കെ ഇട്ട് ഉപയോഗിക്കുക. അപ്പോൾ കണ്ടമാനം ബില്ലാവും. ചില മാസമൊക്കെ ഹൈ ബില്ലൊക്കെ വരാറുണ്ട് വീടുകളിൽ. ഇതിപ്പോൾ കുറച്ച് കൂടുതലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. 600 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് കുറച്ച് അധികമാണ്. അത്രയൊന്നും വരില്ല വീടുകളിൽ. കടകളിലൊക്കെയാണ് വരും. വലിയ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെയാണ് ഇതൊക്കെ വലിയ ബില്ലല്ല. വലിയ വ്യവസായ സ്ഥാപനങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന പ്ലാന്റുകൾ, അവിടെയൊക്കെ കറണ്ട് കണ്ടവാനും 3 ഫേസ് ലൈനൊക്കെ ആയിരിക്കും അവിടെ. വീടുകളിലൊക്കെ സിംഗിൾ ഫേസ് ആയിരിക്കും മിക്കവാറും. നമ്മുടെയൊക്കെ വീടുകൾ മിക്കവാറും സിംഗിൾ ഫേസ്. 3 ഫേസ് ലൈനൊക്കെ കയറി വരുമ്പോൾ കണ്ടവാനും വൈദ്യുത ഉപകരണങ്ങൾ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്.
ഐസ് പ്ലാന്റ്, വെള്ളം ഫ്രീസ് ചെയ്തിട്ട് ഐസാക്കുന്ന ഐസ് പ്ലാന്റ് ഒക്കെ ഇവിടെയൊക്കെ ഹൈ പവർ മെഷീൻ വേണം. അതൊക്കെ വർക്ക് ചെയ്യും, നല്ല കറണ്ട് ബില്ലാണ്. എന്താവട്ടെ, ഞാനിപ്പോൾ ഒരു കണക്കേട് ഉണ്ടാക്കി. യൂണിറ്റ് എന്ന് പറയുന്നത് സാധാരണ KSEB പറയുന്ന യൂണിറ്റ് ഇതാണ് ശരിക്കും പേര്, ബോർഡ് ഓഫ് ട്രേഡ് യൂണിയൻ. ഈ ബോർഡ് ഏതാ? KSEB. ഈ ബോർഡാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ആ ബോർഡാണ് എഴുതിയേക്കണം, ബോർഡ് കേട്ടോ. ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞ കച്ചവടമാണ്. അവർ നമുക്ക് വൈദ്യുതി കച്ചവടം ചെയ്യാം. ഇലക്ട്രിസിറ്റി ബോർഡ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കടകളിലേക്കും വലിയ വലിയ വ്യവസായ യൂണിറ്റുകളിലൊക്കെ വൈദ്യുതി കച്ചവടം ചെയ്യാണ്. ഇപ്പോൾ ട്രേഡാണ്, ട്രേഡ് എന്ന് പറഞ്ഞ കച്ചവടം. ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റിനെ ഷോർട്ട് ഫോമിൽ യൂണിറ്റ് എന്ന് എഴുതിയാലും മതി. ഒരു യൂണിറ്റിന് 8 രൂപ നിരക്കിൽ 600 യൂണിറ്റ് ആയ ഒരു വീട്ടിലോ ഒരു കടയിലോ ഒരു സ്ഥാപനത്തിലോ എവിടെയാവട്ടെ ഒരു മാസം 600 യൂണിറ്റ് ആയി. ഇത് കഴിഞ്ഞ മാസത്തെ എഴുതി വെച്ചാണ് അളവാണ്. ഇത് ഈ മാസം വന്ന് ബില്ല് തരാൻ വേണ്ടി ഒരപ്പം തന്നെ സ്പോട്ടിൽ ബില്ലടിച്ച് ഒരു ചെറിയ സാധനത്തിലടിച്ച് അപ്പം തന്നെ ബില്ല് തരും. അപ്പോൾ ഇപ്പോൾ 6312 കാണിക്കണേ മീറ്റർ. കഴിഞ്ഞ മാസം 5712 കാണിച്ചത് മീറ്റർ. അപ്പോൾ അതിന് വ്യത്യാസം എടുക്കുമ്പോൾ 600 യൂണിറ്റ്. വീടുകളിലേക്ക് അല്ലെങ്കിൽ സ്ഥാപന കടയാണ് എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് ഉണ്ട്. 8 രൂപ ഒരു യൂണിറ്റിന് എന്ന നിരക്കിൽ, വീടാവട്ടെ കടയാവട്ടെ എന്താവട്ടെ 8 രൂപ എന്ന നിരക്കിൽ 600 യൂണിറ്റിന് 6×48 പിന്നെ 20 4800 റുപ്പീസ് 4800 പേ ചെയ്യണം. ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് പഠിക്കാം. ഒരു പ്രോബ്ലം എഴുതിയിട്ടുള്ളൂ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ എ ഹൗസ്, ഇതൊന്നും എഴുതണ്ട, ഇതൊക്കെ നമുക്ക് എഴുതി വരാം, ഇതൊക്കെ എഴുതി വരാം. ഇൻ എ ഹൗസ് there are 360 വാട്ട് bulbs each using 3 hours daily. ഒരു വീട്ടിൽ 60 വാട്ടിൻ്റെ 3 ബൾബുണ്ട്. എല്ലാം 3 മണിക്കൂർ ഡെയിലി യൂസ് ചെയ്യും. ഇനി എഴുതി പോകാൻ കഴിഞ്ഞില്ല. 4 FOUR 80 watt ട്യൂബ് ലൈറ്റ്സ് 80 വാട്ടിൻ്റെ 4 ട്യൂബ് ലൈറ്റ്സ് യൂസിങ് 6 hours daily. 1 TV of 200 watt using 8 hours daily. ആൾക്കാരിങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കാല്ലേ, എന്ത് ചെയ്യും? 8 മണിക്കൂർ ഡെയിലി യൂസ് ചെയ്യാണ് ടി വിക്ക്. 1 washing machine of 500 watt using half an hour daily. വാഷിംഗ് മെഷീൻ 1/2 മണിക്കൂർ എന്നും അലക്കുമ്പോൾ 1/2 മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കുന്നു വിചാരിക്കാം. എല്ലാ ദിവസവും 1/2 മണിക്കൂർ വെച്ച് അലക്കുമ്പോൾ അതൊക്കെ മതിയാകും. പിന്നെ എന്തൊക്കെ ഉണ്ടാകാം? ടി വി കഴിഞ്ഞു. 1 fridge of 750 watt using 12 hours daily. എന്ന് വെച്ചാൽ കുത്തിയിട്ടേക്കല്ലേ, ഫ്രിഡ്ജ് കുത്തിയിട്ടേക്കല്ലേ, 24 മണിക്കൂറും കുത്തിയിട്ടേക്കല്ലേ. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഇടയ്ക്ക് കട്ട് ഓഫ് ആവും. ഫ്രിഡ്ജിന് അങ്ങനെ ഗുണമുണ്ട്, തന്നെ കട്ട് ഓഫ് ആവും. അതിൻ്റെ ഉൾഭാഗം കൂളായി കഴിഞ്ഞാൽ, നല്ല കൂളായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പോൾ കറണ്ട് വലിക്കില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓണാവും. നമ്മൾ ഓണാക്കൊന്നും വേണ്ട, നമ്മൾ കുത്തിയിട്ടേക്കുക, സ്വിച്ച് ഓൺ ചെയ്തിട്ടേക്കുക. ഒരു പവർ പ്ലഗിൽ നമ്മൾ കുത്തിയിട്ടുണ്ടോ? ഇടയ്ക്ക് നിങ്ങൾ അതിൻ്റെ അടുത്ത് പോയി ശ്രദ്ധിച്ചറിയാം, സൗണ്ട് അങ്ങനെ കട്ട് ഓഫ് ആവും, ഒരു ശബ്ദമൊന്നും കേൾക്കില്ല. അപ്പോൾ സംഭവം ഡെഡായി. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട് സൗണ്ട്, കറണ്ട് വലിക്കില്ല കാര്യമായിട്ട്. ഇപ്പോൾ നമ്മൾ 12 മണിക്കൂർ ഡെയിലി നിന്നിട്ടത് ഫുൾ ഡേ യൂസ് ചെയ്യണം. പക്ഷെ 12 മണിക്കൂർ കണക്കിൽ വരണുള്ളൂ. തന്നേക്കണ വെച്ചിട്ട് ചെയ്യണം. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ സാധ്യത വീടുകളിൽ? 1 ഇലക്ട്രിക് അയൺ ഓഫ് 500 watt using
ഹാഫ് ആൻ അവർ ഡെയിലി. അരമണിക്കൂർ വെച്ചൊക്കെ എല്ലാവരും കൂടിയൊക്കെ അയൺ ചെയ്യുമ്പോൾ 5 മിനിറ്റ് ഞാൻ അയൺ ചെയ്തു, വേറെ ആൾ 5 മിനിറ്റ് അയൺ ചെയ്തു, അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ അയൺ ചെയ്യുമ്പോൾ അരമണിക്കൂർ ഉപയോഗിക്കുന്നു വിചാരിക്കാം. ഇത്രയൊക്കെ മതി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു AC കൂടി എഴുതാം. 1 AC ഓഫ് 1000 വാട്ട്. ഒരു AC ഉണ്ട് 1000 വാട്ട്. ഒരു 4 മണിക്കൂർ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, രാത്രിയും പകലെല്ലാം കൂടി, 4 hours ഡെയിലി. Calculate the bill to be paid for the month of February. കണക്ക് ഏറ്റവും ബുദ്ധിമുട്ടാക്കും. ഫെബ്രുവരി കിട്ടിയാൽ പിന്നെ ബാക്കി മാസമൊക്കെ ചെയ്യാം. ഫെബ്രുവരി in 2021 year. In 2021 year, അടുത്ത വർഷം, ഈ കൊല്ലം 2020. 2021 ഫെബ്രുവരിയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നൊരു വീടുണ്ടെങ്കിൽ എത്ര ബില്ല് പേ ചെയ്യണം? കാൽക്കുലേറ്റ് ദ ബിൽ ടു ബി പെയ്ഡ്. എഴുതണം. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈക്വൽ ടു ₹5 മതി പെർ യൂണിറ്റ്. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ₹5 എന്നാണ് എഴുതിയത് കേട്ടോ, 5 രൂപ. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിൻ്റെ ചാർജ് ₹5 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിനാണ്. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പോണേട്ടത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എഴുതി പോകണം. പ്രോബ്ലം കഴിഞ്ഞത് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച കിലോ വാട്ട് അവർ, അതായത് യൂണിറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണെന്നൊക്കെ നമുക്ക് അവസാനം പ്രോബ്ലം ചെയ്ത കൂട്ടത്തിൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്യാൻ പോകണം. ബോർഡ് മോളിൽ നിന്ന് ഞാൻ ഓരോ വരി മാറ്റി വരും. ഞാൻ ബോർഡ് ഫുള്ളായി വരും. 3 60 വാട്ടിൻ്റെ ലാമ്പുണ്ട്, ബൾബുണ്ട്. 3 60 വാട്ടിൻ്റെ ബൾബുണ്ട്. നിങ്ങളുടെ നോട്ടിലേക്ക് ഇതായല്ലോ. 60 വാട്ടിൻ്റെ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 × 3. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോണ ഹെഡിങ് ബൾബ് എന്നാണ്. ബൾബ് എന്നിട്ട് ഒരു ആരോ ഇടാം. 3 × 60 ഈക്വൽ ടു 180 W ഈക്വൽ ടു എഴുതി പോകണം കേട്ടോ. 180 വാട്ടാണ്, കിലോ വാട്ട് ആക്കണം ഇപ്പം തന്നെ. 180/1000 ഇപ്പം KW-ലായി. കിലോ വാട്ടിനെ വാട്ടാക്കാനാണ് 1000 കൂടി ഗുണിക്കണ്ടേ. വാട്ടിനെ കിലോ വാട്ടാണ് ആക്കണ്ടേ, വലിയ യൂണിറ്റിലേക്കാണ് മാറ്റണ്ടേ. വാട്ട് ചെറിയ യൂണിറ്റും കിലോ വാട്ട് വലിയ യൂണിറ്റ് വേണം, വലിയതിലേക്കാണ് മാറ്റണ്ടേ. 180 കിട്ടിയത് എങ്ങനെയാ? ഒരു ബൾബിന് 60 വാട്ടുണ്ട്. അപ്പം 3 ബൾബിന് 3 × 60 180 വാട്ട്. 180 വാട്ടെന്ന് ഇട്ട് കാര്യമില്ല, കിലോ വാട്ട് ആക്കണം അപ്പം തന്നെ. എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലാവും. കിലോ വാട്ട് ആക്കുന്നതിൻ്റെ ആവശ്യകത ഇപ്പം മനസ്സിലാവും. അപ്പോൾ ഞാൻ 1000 കൂടെ അയച്ചു. അപ്പോൾ KW-ലായി. ഇതൊരു 0 വെട്ടാം, ദശാംശം മാറ്റി കുത്താം. 0.18 KW. ഇനി എഴുതേണ്ട സ്റ്റെപ്പ്, ഇപ്പോൾ KW-ലായി കേട്ടോ. ഇനി എഴുതേണ്ട സ്റ്റെപ്പ് കൺസംഷൻ ബൾബിൻ്റെ ആണ് ഇപ്പോൾ പറയണ്ടേ കേട്ടോ. ഈക്വൽ ടു 0.18 KW ഇൻറ്റു എത്ര മണിക്കൂർ വെച്ചാൽ ഇത് ഉപയോഗിക്കണേ? ഈ 3 ബൾബും 60 വാട്ടിൻ്റെ 3 ബൾബും ഡെയിലി 3 മണിക്കൂർ വെച്ച് അല്ലേ. ഇൻറ്റു 3 എഴുതാം. എന്നിട്ട് ആ 3യുടെ യൂണിറ്റ് ഇട്ട് കൊടുക്കാം. ഇൻറ്റു 3. ഇപ്പോൾ HR ഇവിടെ KW-ൻ്റെ കൂടെ ഒരു HR കയറി വന്നു കേട്ടോ. 18 × 54. അപ്പോൾ 0.54 KW HR. KW-HR ചുരുക്കപ്പേരുണ്ട്, യൂണിറ്റ്. 0.54 U എന്നിട്ടാലും മതി, അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് മുഴുവൻ എഴുതാം. ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളാം. 0.54 യൂണിറ്റ്. ഇങ്ങനെ എല്ലാം ചെയ്യണം. ലാസ്റ്റ് ഒരെണ്ണം കൂടി ആഡ് ചെയ്തോട്ടോ. ഞാൻ പറയാത്ത ഒരെണ്ണം കൂടി ആഡ് ചെയ്തു ചോദ്യത്തിൽ കേട്ടോ. വൺ മോട്ടർ ഓഫ് 1/2 ഹോഴ്സ് പവർ using 20 minutes ഡെയിലി. അതും കൂടി ആഡ് ചെയ്തു കേട്ടോ ചോദ്യത്തിൽ. എവിടെയെങ്കിലും മാർജിനിലേക്ക് എവിടെയെങ്കിലും കയറ്റി ആഡ് ചെയ്യും. ഒരു കാൽക്കുലേഷൻ കഴിച്ചു നമ്മുടെ കേട്ടോ. ഇനി ബൾബ് ട്യൂബ് ലൈറ്റിലേക്ക് കയറാൻ പോകണം.
ട്യൂബ് ലൈറ്റ് 4 എണ്ണം ഉണ്ട്, ഓർമ്മ വയ്ക്കാം. 6 മണിക്കൂറാണ് ഡെയിലി. 80 വാട്ടാണ് ഒരു ട്യൂബ് ലൈറ്റിന്. 6 മണിക്കൂറാണ് ഡെയിലി. 4 ട്യൂബ് ലൈറ്റ് ഉണ്ട്. 4 ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പം ഇനി നമ്മുടെ ട്യൂബ് ലൈറ്റ് എന്നാണ് കേട്ടോ. ട്യൂബ് ലൈറ്റ്, ട്യൂബ് എന്നിട്ടാലും മതി. 80 വാട്ട് ഇൻറ്റു 4 എണ്ണം ഉണ്ട്. 4 32 320 വാട്ട്. ഇപ്പം തന്നെ കിലോ വാട്ട് ആക്കണം. 320/1000. ഒരു 0 വെട്ടി. 0.32 kW. അടുത്ത സ്റ്റെപ്പിൽ കൺസംഷൻ എഴുതണം. കൺസംഷൻ എന്ന് വെച്ചാൽ വൈദ്യുതി എത്ര ചെലവാകുന്നു. കൺസംഷൻ പിന്നെ ആരോട്ടാ മതി. 0.32 kW ഇൻറ്റു 6 അല്ലേ. 6HR ഈക്വൽ ടു 318 612 192 എന്ന് വരും. 192 എന്ന് വരും. 2 ദശാംശം മാറ്റുമ്പോൾ 1.92 എന്ന് വരും. 1.92 യൂണിറ്റ്. KWHR എന്ന് എഴുതണ്ട, യൂണിറ്റ്. 1.92 യൂണിറ്റ്. ഇത് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കണം. അല്ലെങ്കിൽ ഒരു കുളത്തിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ കുളത്തിലാക്കിയിട്ടാൽ മതി. പെട്ടെന്ന് കാണും അവസാനം. ഇതൊക്കെ കൂട്ടാനുള്ളത് അവസാനം, ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത ഏതാണ് നമ്മൾ മൂന്നാമത് എഴുതിയത്? TV അല്ലേ. മൂന്നാമത്തെ ഐറ്റം നോക്കൂ. TV എന്നിട്ട് ആരോടാം? എത്രയാണ് TVയുടെ? 200 വാട്ട്. ഒരെണ്ണേ ഉള്ളൂ. 200 വാട്ട്. ഇപ്പം തന്നെ കിലോ വാട്ടാക്കാം. ഇപ്പം ഗുണിക്കാനില്ല. 200/1000. 2 0 വെട്ടി. അപ്പോൾ ഈക്വൽ 0.2 kW. ഇവിടെ എഴുതുന്നത് കൺസംഷൻ 0.2 kW ഇൻറ്റു 8 മണിക്കൂർ എന്നാണ് ഞാൻ തന്നതെന്നാണ് എൻ്റെ ഓർമ്മ. 2 16 1.2 യൂണിറ്റ് കുളത്തിലാക്കിയിട്ടു. ഇപ്പം TVയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തതാണ് വാഷിംഗ് മെഷീന്. 500 വാട്ടുണ്ട്. അരമണിക്കൂറാണ്. വാഷിംഗ് മെഷീൻ ഞാൻ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത് വാഷിംഗ് മെഷീൻ എഴുതി പോകണം കേട്ടോ. വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് 500 വാട്ട്. W ഈക്വൽ ടു 500/1000. മനസ്സിൽ കണക്കാക്കിയാലും മതി കേട്ടോ. അങ്ങനെ 1000 കൂടെ അരിച്ചില്ലാന്ന് കുഴപ്പമില്ല. 2 0 പോയി. 0.5 kW. ഒരു സെമിക്കോളൻ ഇട്ടിട്ട് കൺസംഷൻ അടുത്ത ലൈനിലേക്ക് ഇറക്കിയാലും മതി. കൺസംഷൻ ഈക്വൽ ടു 0.5 kW ഇൻറ്റു എത്ര മണിക്കൂറാ? അരമണിക്കൂർ അല്ലേ. അരമണിക്കൂർ അര വെച്ച് എഴുതുമ്പോൾ HR. അപ്പോൾ ഇത് അര എടുക്കുമ്പോൾ 0.25 വരും. പകുതി. 0.25 യൂണിറ്റ്. 0.25 യൂണിറ്റ്. ഇത്ര മനസ്സിലായല്ലോ. അതൊരു കുളത്തിലാക്കി വെച്ചു. 0.25 യൂണിറ്റ്. ഒരു 1/4 യൂണിറ്റ് ആയിട്ടുള്ളൂ ആ വാഷിംഗ് മെഷീൻ ഒരു ദിവസത്തേക്ക്. അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഫ്രിഡ്ജ്. 750 വാട്ടിൻ്റെ ഫ്രിഡ്ജ്. 12 മണിക്കൂർ. അടുത്ത ഫ്രിഡ്ജ് ഒരെണ്ണേ ഉള്ളൂ. ഗുണിക്കാനില്ല. 750 വാട്ട്. W/1000. ഇപ്പോൾ കിലോ വാട്ടിലായി. ഈക്വൽ ടു 0.75 kW. കൺസംഷൻ എത്ര യൂണിറ്റ് ആയി എന്ന് പറയണം. അതാണ് ഈ കൺസംഷൻ. 0.75 kW ഇൻറ്റു 12 അല്ലേ. HR 12 HR. 12 ഗുണിച്ചോ. 75-നെ 12 ഗുണിച്ചിട്ട് ദശാംശം ഇടാം. 25 10 ശിഷ്ടം 1 11 15 5 7 0 5 5 10 1 9 2.9 യൂണിറ്റ് എന്ന് കിട്ടും കേട്ടോ. ഫ്രിഡ്ജ് കണ്ടാലും വലിക്കും കറണ്ട്. അതൊരു കോളത്തിലാക്കി 9 യൂണിറ്റ് എന്ന് കിട്ടി. 9 എന്ന് കിട്ടി. 900 കിട്ടി. 2 ദശാംശം മാറ്റാനുണ്ട്. 0.75. അപ്പോൾ 9 എന്ന് വരും. 9 യൂണിറ്റ്. തീർന്നില്ല. അയൺ 500 വാട്ടിൻ്റെ അയൺ ഇലക്ട്രിക് അയൺ എഴുതാൻ വേണമെങ്കിൽ അയൺ 500 W ഈക്വൽ ടു 500/1000. 2 0 വെട്ടി. 0.5 kW. ഇനി എഴുതാം കൺസംഷൻ
കൺസംഷൻ ഈക്വൽ ടു 0.5 kW ഇൻറ്റു അരമണിക്കൂർ. HR ഇപ്പോൾ അവിടെ 0.25 എന്ന് വരും. പകുതി എടുക്കുമ്പോൾ പകുതി എടുത്താൽ മതിയല്ലോ. യൂണിറ്റ് KWHR ഇനി എഴുതുന്നില്ല, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അതൊരു കോളത്തിലാക്കി വെച്ചു. ഇനി AC 1000 വാട്ടിൻ്റെ AC ഉണ്ട്, 4 മണിക്കൂറായി യൂസ് ചെയ്യുന്നത്. AC എയർ കണ്ടീഷണർ 1000 വാട്ട് ഈക്വൽ ടു 1000/1000 ഈക്വൽ ടു 1 കിലോവാട്ട്. കൺസംഷൻ ഈക്വൽ ടു 1 kW ഇൻറ്റു AC 4 മണിക്കൂർ എന്നാണ്. അപ്പം 4 kWHR എന്ന് വെച്ചാൽ 4 യൂണിറ്റ്. അതൊരു കോളത്തിലാക്കി. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് മോട്ടർ, 1/2 ഹോഴ്സ് പവറിൻ്റെ മോട്ടർ 20 മിനിറ്റ് ഡെയിലി. മോട്ടോർ ഇലക്ട്രിക് മോട്ടർ എന്ന് വേണമെങ്കിൽ എഴുതാം. മോട്ടോർ എത്രയാണ്? 1/2 ഹോഴ്സ് പവർ HP ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു 1/2 ഇൻറ്റു 746 W ഇപ്പോൾ വാട്ടിലായി. അപ്പോൾ 306 3 1 14 7 373 W ഈക്വൽ ടു 373/1000 ഈക്വൽ ടു 0.373 kW. അടുത്ത സ്റ്റെപ്പ് കൺസംഷൻ ഈക്വൽ ടു 0.373 ഇൻറ്റു എത്രയാണ്? 20 മിനിറ്റ്. മണിക്കൂറാക്കണം. ഫിസിക്സിൽ ഇവിടെ മാത്രമാണ് ടൈം മണിക്കൂറിലിട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ മാത്രം, ഇവിടെ മാത്രമേ, ബാക്കിയൊക്കെ സെക്കൻഡിലേക്ക് മാറ്റാനല്ലേ പതിവ്. സമയം മണിക്കൂറിലും മിനിറ്റിലും തരുമ്പോൾ സെക്കൻഡ് ആക്കാറ് പതിവ്. ഇവിടെ നമ്മൾ മണിക്കൂറിലേക്ക് ആക്കാണ്. 20 മിനിറ്റാണ് നമ്മുടെ മോട്ടർ പമ്പ് ചെയ്യുന്നത്, അരയുടെ മോട്ടർ. അതായത് ഇത്രയും കിലോ വാട്ട്, 0.373 കിലോ വാട്ട് ഇൻറ്റു ഈ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1/3 അവറാണ്. 1/3 അവർ. എങ്ങനെ മനസ്സിലായി? 20 40 20 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. അപ്പം 60ൻ്റെ 3/1 20 മിനിറ്റ്. 60 മിനിറ്റ് കൂടി ഒരു മണിക്കൂറായി. 60 മിനിറ്റിന് 3/1 20 മിനിറ്റ്സ് ആണ്. 3/1 ഇത്. 3/1 മണിക്കൂർ. 1/3 എടുക്കേണ്ടി വരും കേട്ടോ. ഈക്വൽ ടു എന്താ എഴുതിയ? കൺസംഷൻ ഈക്വൽ ടു ഇവിടെയാണ്, ഇവിടെ KW വരെ മതി. ഇവിടെ KW ഇൻറ്റു 1/3 ഇവിടെയാണ് 1/3 HR ഈക്വൽ ടു KWHR വരാൻ പോകും കേട്ടോ. ഇത് KWയിലാണ്. KW ഇൻറ്റു 1/3 HR. 3/1 എടുക്കണം. അപ്പം 0.1 3 വെട്ടുമ്പോൾ 1. ഇവിടെ 7 ആണ്. അപ്പം 2 3 6 ബാക്കി 1 13 12 അപ്പം 4 3 12 4 അത്രയും നിൽക്കട്ടെ. ഇത്രയും യൂണിറ്റ്. ഒരു കുറച്ച് വ്യത്യാസം വരും. ലാസ്റ്റ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. ഇതിൻ്റെ 1/3 എടുത്തു ഞാൻ കേട്ടോ. 370 3/1 എടുത്തു. അത് എഴുതി. ഉദ്ദേശം അത് തന്നെയാണ്. 0.124. ഇനി ഒരു കാര്യം ചെയ്ത് ഈ വട്ടം വരച്ചിട്ടാണ് എല്ലാം കൂടെ നമ്മൾ കൂട്ടിയത്. ടോട്ടൽ കൺസംഷൻ ഫോർ 1 ഡേ എന്ന് സെപ്പറേറ്റ്. ടോട്ടൽ കൺസംഷൻ ഫോർ 1 ഡേ. ടോട്ടൽ കൺസംഷൻ ഫോർ 1 ഡേ നിങ്ങൾ മാർജിനിൽ എവിടെയെങ്കിലും ഇട്ട് കൂട്ടിയത് 0.54 ആദ്യം കിട്ടിയത്. രണ്ടാമത് കിട്ടിയത് എത്രയാണ്? ട്യൂബ്ലൈറ്റിൻ്റെ 1.92 അല്ലേ? ബൾബിൻ്റെ 0.18 ആദ്യമേ എടുക്കട്ടെ. ബൾബിൻ്റെ 0.18 സംബന്ധിച്ചു. 0.18. പിന്നെ ട്യൂബ്ലൈറ്റിൻ്റെ 0.54 അല്ലേ? അല്ല സാധനം വെറുതെ പറഞ്ഞ് തെറ്റിക്കണേ എന്താണ്? 0.18 എന്ന് പറഞ്ഞാൽ KWയിലല്ലേ ആയുള്ളൂ. കൺസംഷൻ പറയുമ്പോൾ അടുത്തല്ലേ? ഞാൻ എഴുതിയത് ശരി. 0.54 കോളത്തിൽ എഴുതിയാണ് മാത്രം ആഡ് ചെയ്യുക. അതിനല്ലേ കോളം വരയ്ക്കാൻ പറഞ്ഞത്. 1.92 കോളത്തിൽ എഴുതുമ്പോൾ മാത്രം ആഡ് ചെയ്യുക. 1.6 1.60 0.25 അത് ടിക്ക് ചെയ്തു. 9 യൂണിറ്റ് ഒരു 9.00 അത് കഴിഞ്ഞു.
അടുത്തത് ഇലക്ട്രിക് അയണിൻ്റെ 0.25 അത് ടിക്ക് ചെയ്തു. പിന്നെ ഒരു 4 യൂണിറ്റ് AC മെഷീൻ്റെ 4.00 അത് ടിക്ക് ചെയ്തു. അടുത്ത മോട്ടറാണ്. മോട്ടറിൻ്റെ ഇവിടെ ചെയ്തു, പട്ടം വരച്ചത് നോക്കിയാൽ മതി. 0.124 ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്തു, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ തെറ്റില്ല. ലാസ്റ്റിവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്തു, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ തെറ്റും. 3 അക്കം കൊണ്ടുവന്നു, 0.3 കൊണ്ടുവന്നു, 124 എല്ലാം കൂടി ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ എത്ര ഇടണമെന്ന് പറയാം. ഇവിടെയൊക്കെ 0 ലാസ്റ്റ് 4 കിടപ്പുണ്ട്. അപ്പം 4 ഇവിടെ 4 2 6 6 5 11 11 5 16 16 2 18 8 ബാക്കി 1 5 ഒന്നുണ്ട് 6 വേറെ 15 6 21 2 21 2 25 26 2 കുത്തി 2 1 3 4 9 4 13 3 4 17.68 യൂണിറ്റ്. ഇതൊരു ദിവസത്തേക്കുള്ള ചിലവാണ് കേട്ടോ. 17.684 6.8 എന്നിട്ടാലും മതി. ഈ ബോർഡ് ഇവിടേക്ക് മാറ്റാം, കഴിക്കില്ല. ഇനി അവിടേക്ക് മാറ്റാലോ. സോ ഇനി എഴുതുന്നത് ബിൽ ഫോർ 1 മന്ത് ബ്രാക്കറ്റിലെ ഫെബ്രുവരി 2021 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഒരു ദിവസത്തേക്ക് എത്രയായി? 17.68 യൂണിറ്റായി. അപ്പോൾ ഈക്വൽ ടു 17.68. ഈ 4 ഇല്ലാച്ച കുഴപ്പമില്ല. 17ൻ്റെ കൂടെ 6 ഇട്ടുണ്ടെങ്കിൽ പിന്നല്ലേ 4. അപ്പം 4 ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, 8 9 ആക്കാനും പറ്റില്ല. 5 ഞാൻ അങ്ങോട്ട് കറക്റ്റ് ചെയ്തത്. 6 8 വരെ മതി. 17.68 ഇൻറ്റു ഇതൊരു ദിവസത്തേക്കുള്ള യൂണിറ്റാണ്. ഇൻറ്റു ഫെബ്രുവരി മാസത്തിൽ 2021 എത്ര ദിവസം ഉണ്ടാവും? 28 ദിവസം. 28 ഇൻറ്റു 5 രൂപ വച്ച് മൾട്ടിപ്ലൈ ആണ്. കാരണം എല്ലാവരും ഇവിടെ നോക്കി 17.68 യൂണിറ്റ് എന്ന് പറയണത്, ഇവിടെ നോക്കി 17.68 യൂണിറ്റ് എന്ന് പറയണത് ഈ 4 കളഞ്ഞു. 17.68 യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്രയും വൈദ്യുതോപകരണങ്ങൾ, ഇത്രയും ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ചിലവാണ്. 17.68 യൂണിറ്റ് ചിലവാകും. മീറ്റർ റീഡിങ് അത്രയും മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും. എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും യൂസ് ചെയ്യണമെങ്കിൽ ഓരോ ദിവസം ഏതാണ്ട് 17 യൂണിറ്റ് വെച്ചിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, കയറിക്കൊണ്ടേയിരിക്കും. 17.68 യൂണിറ്റ് ഒരു ദിവസത്തേക്കാവും. ഒരു മാസം, ഏത് മാസം? ഫെബ്രുവരി 2021 അടുത്തല്ലോ. 29 ദിവസം ഇല്ല, 28 ദിവസം. ഈ കൊല്ലാണെങ്കിൽ 29 ദിവസം. ഇത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണോ അല്ലെന്ന് ഇങ്ങനെ കണക്കാക്കണമെന്ന് പറയട്ടെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 2020 4 കൊണ്ട് 21 2021 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരും. ഇത് റിമൈൻഡർ വരും. റിമൈൻഡർ വന്നാൽ 28 ദിവസം ഉണ്ടാവും. റിമൈൻഡർ വരുന്നില്ലെങ്കിൽ 29 ദിവസം. ഒരു കൊല്ലം എടുത്തിട്ട് ആ കൊല്ലത്തെ ഇപ്പം 2020 ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ഈ കൊല്ലം 2020 2020 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 14 20 പിന്നെ 20 ഉണ്ട്. 14 20 അപ്പോൾ എത്ര വരും? 0 5 505 എന്നുണ്ട് കൃത്യം. 505 ഡിവിസിബിൾ ആണ് കൃത്യം. ബാലൻസ് വരണില്ല, റിമൈൻഡർ വരണില്ല. റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ വരുന്നില്ലെങ്കിൽ 29 ഡേയ്സ് ഉണ്ട്. കലണ്ടർ പോയി നോക്കുക. നിങ്ങൾ വീട്ടിലെ കലണ്ടറിൽ പോയി നോക്കുക. എത്ര? 29 ഡേയ്സ് ഉണ്ട് ഈ കൊല്ലം 2020 ഇയറിൽ. അടുത്ത വർഷത്തെ കലണ്ടർ മേടിക്കുമ്പോൾ നോക്കിക്കോ, 28 ഡേയ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. ലീപ്പ് ഇയർ അല്ല, അതിവർഷം എന്ന് മലയാളത്തിൽ പറയും. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അതിവർഷം. 4 കൊല്ലം കൂടുമ്പോൾ ഒരു ദിവസം കൂടും. കാരണം എന്താണെന്ന് പറയട്ടെ, ഒരു കൊല്ലത്തിൽ 365 ദിവസം. 365 ദിവസം. അപ്പം കാല 4-ാം കൊല്ലം ഒരു ഡേ കൂടും. അത് ഫെബ്രുവരിയിൽ ഇട്ട് കൊടുത്തേക്കണം. ബാക്കിയൊക്കെ നിങ്ങൾ അറിയണം കേട്ടോ. ഞാനിപ്പോൾ അടുത്ത കണക്കിൽ മാർച്ച് എന്നാണ് പറയണമെങ്കിൽ പരീക്ഷാ ഹോളിൽ കലണ്ടർ ഉണ്ടാവില്ല. മാർച്ചിൽ 30 ദിവസമാണോ ശീർഷെന്തു 31 ദിവസമാണോ മാർച്ചിൽ? മാർച്ച് മാസത്തിൽ 30 ഡേയ്സ് ആണോ 31 ഡേയ്സ് ആണോ? 31 ആണെന്ന് തോന്നണം അല്ലേ? ആവണി മാർച്ച് മാസത്തിൽ എത്ര ദിവസമുണ്ട്? 31 ഡേയ്സ് ആണ്. ജൂൺ മാസത്തിൽ
ജൂണിൽ എത്ര ദിവസമുണ്ട് ജൂൺ മാസം? 30. ഉറപ്പാണോ? 30 days ആണോ? ജൂലൈയിലോ 31. ഇത് കണ്ടുപിടി ഒരു എളുപ്പവഴിയുണ്ടല്ലോ അല്ലേ? ജനുവരി പൊങ്ങിയാ നിൽക്കുന്നത് 31 ദിവസം. ഫെബ്രുവരി കുഴിഞ്ഞായിരിക്കുന്നത് 29 or 28. മാർച്ച് പൊങ്ങിയാ നിൽക്കുന്നത് 31. ഏപ്രിൽ കുഴിഞ്ഞായിരിക്കുന്നത് 30. മെയ് പൊങ്ങിയാ നിൽക്കുന്നത് 31. ജൂൺ കുഴിയിലാണ് 30. ജൂലൈ പൊങ്ങിയാ നിൽക്കുന്നത് 31. ഇനി തിരിച്ചിടണം. ഓഗസ്റ്റ്, ജൂലൈ ഇത് ഓഗസ്റ്റ് അവിടെ നിന്ന് തന്നെ എണ്ണണം. ജൂലൈ ഇത് ഓഗസ്റ്റ് അത് തന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് തന്നെ എണ്ണണം. ജൂലൈ 31, ഓഗസ്റ്റ് 31. സെപ്റ്റംബർ കുഴിയിലാണ് 30. ഒക്ടോബർ പൊങ്ങിയാ നിൽക്കുന്നത് 31. നവംബർ കുഴിയിലാണ് 30. ഡിസംബർ പൊങ്ങിയാ നിൽക്കുന്നത് 31. പൊങ്ങി നിൽക്കുന്നതൊക്കെ അപ്പം ഇങ്ങോട്ട് എണ്ണീട്ട് അവിടെ നിന്ന് തുടങ്ങണം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അവിടെ തന്നെ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ ഈ കൈയുടെ ഈ പോർഷനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാറുണ്ട്. അതിന് പകരം ഞാനൊരു പദ്യം പഠിച്ചിട്ടുണ്ട് സ്കൂൾ ക്ലാസ്. ആ പദ്യവും പറഞ്ഞാൽ 30 ദിവസം സെപ്റ്റംബറിനുണ്ട്, ഏപ്രിൽ, ജൂൺ, നവംബറിന്, ഫെബ്രുവരിക്ക് 28, മറ്റെല്ലാത്തിനും 31. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പദ്യം. 10 പ്രാവശ്യം പറഞ്ഞു പഠിച്ചാൽ മറക്കില്ല. 30 ദിവസം സെപ്റ്റംബറിന് ട്യൂൺ കൊടുക്കാതെ ഇപ്പൊ പറഞ്ഞതിന് ട്യൂൺ കൊടുക്കാം. 30 ദിവസം സെപ്റ്റംബറിനുണ്ട്, ഏപ്രിൽ, ജൂൺ, നവംബറിന്, ഫെബ്രുവരിക്ക് 28, 29, മറ്റെല്ലാത്തിനും 31. അപ്പൊ ഇനി ബില്ല് വർക്കൗട്ട് ചെയ്യാൻ പോണേ കേട്ടോ. ഇതങ്ങ് കുടിക്കണം. 17.68നെ 28 കൊണ്ട് ആദ്യം ഗുണിക്കുക. കിട്ടുന്ന ഉത്തരം എടുത്തെഴുതി വയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തെ 5 കൊണ്ട് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 5 ചെയ്ത ആൻസറാണ്. അത് വർക്കൗട്ട് ചെയ്യണം. മൾട്ടിപ്ലൈ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യം. 17.68 ഇൻറ്റു 28 ആദ്യം ചെയ്യണം. അല്ലെങ്കിൽ ഇൻറ്റു 5 ചെയ്താലും മതി. ഏതെങ്കിലും ആദ്യം ഗുണിക്കുക, എന്നിട്ട് ബാക്കി ഗുണിക്കാനുള്ള പിന്നെയും. അത്രയും രൂപ ആ മാസത്തേക്ക്. ആപ്ലിക്കേഷൻ ചെയ്തു നമ്മൾ. കട്ട് ചെയ്യട്ടെ.